ഹായ്, എൻ്റെ പേര് അസീം. ഞാൻ IIM Indoreലാണ് പഠിക്കുന്നത്, IPMAT പ്രോഗ്രാം. എൻ്റെ നാട് എറണാകുളത്താണ്. പിന്നെ ഞാൻ സെക്കൻഡ് ഇയർ IPM സ്റ്റുഡൻ്റ് ആണ് IIM Indore പറഞ്ഞ പോലെ. പിന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചത് അല്ലമി പബ്ലിക് സ്കൂളായിരുന്നു, എടപ്പള്ളി. അവിടെ ഒരു 5 വർഷമില്ല 6 to 10 വരെ ഞാനിവിടെ പഠിച്ചു. പിന്നെ ഞാൻ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ബാധിച്ചിട്ട് ഒരു 2 വർഷത്തേക്ക് വിജയഗിരി പബ്ലിക് സ്കൂളിൽ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അത് PC തോമസ് സാറിന്റെ കീഴിലൊരു സ്കൂളായിരുന്നു, എഞ്ചിനീയറിംഗ് കോച്ചിങ് ബേസ്ഡ് ആയിരുന്നു. ഞാൻ IIM Indoreലാണ് പഠിക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഒരു BA ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് മാനേജ്മെന്റ് ഞങ്ങളുടെ കോഴ്സിന്റെ പേര്. അപ്പോൾ ഇതൊരു 5 ഇയർ പ്രോഗ്രാം ആണ്. 5 ഇയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 3+2 ആണ്. 3 ഇയർ BA + 2 ഇയർ MBA ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരിക്കും. പിന്നെ ഞാൻ 2 വർഷം മുമ്പാണ് ഇപ്പോൾ IPMAT എഴുതിയത്. ഞാൻ IPMAT ചെയ്യുന്ന സമയത്ത് JIPMAT എന്ന പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യേണ്ടായിരുന്നില്ല. ഈ IPM എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കൂടെ IIM Indoreലും IIM റോത്തക്കിലും ആയിരുന്നു ആ സമയത്ത്. IIM റോത്തക്കിൽ എനിക്ക് താല്പര്യം കൊടുത്തിട്ടായിരുന്നില്ല. IIM Indore ആയിരുന്നു മൈ സോൾ ഫോക്കസ് ഇൻ കേസ് ഓഫ് IPM. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ IPM റാങ്ക് 117 or 118 ആയിരുന്നു. പിന്നെ OBC ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കൂടെ കുറച്ചും കൂടെ കയറിപ്പോയി റാങ്ക്. പിന്നെ എൻ്റെ IPM പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ +1 + 2 ഒരു എഞ്ചിനീയറിംഗ് കോച്ചിങ് എടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് IPM മാത്സ് ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. കാര്യമായിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എക്സാമിന് കുറച്ചാൾ മുമ്പ് പറഞ്ഞാൽ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ 19 ബാച്ചിലാട്ടെ പേപ്പർ നെറ്റി കണ്ടു. അപ്പൊ നെറ്റി കണ്ട ആ പേപ്പർ എടുത്ത് നോക്കി, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കി. ആൻഡ് ടു ബി ഓണസ്റ്റ് ആ പേപ്പർ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. പേപ്പർ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ IPM എഴുതാൻ പോയത്. പിന്നെ കേട്ടിടത്തോളം IPM എക്സാം കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസി ഒരു എക്സാം ആയിട്ടാണ് ഞാൻ കേട്ടത്. അപ്പൊ എനിക്ക് കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഐ വാസ് കൈൻഡ് ഓഫ് ഷുവർ ഐ ഗിവ് ടു ക്രാക്ക് ഇറ്റ്. പക്ഷെ എന്നാലും ഒരു നോർമൽ എൻട്രൻസ് എക്സാം എഴുതാൻ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയില്ല. പിന്നെ അത് നേരത്തെ പറഞ്ഞാൽ അപ്പോൾ ഒരു JEE കോച്ചിങ് ആണ്, ഒരു JEE മാത്രം ബേസ് ആയിട്ടുള്ള കോച്ചിങ് കാരണമാണ് IPMലേക്ക് എത്തിക്കിട്ടിയത്. എൻ്റെ ഒരു കസിൻ പഠിക്കേണ്ടത് ഇവിടെ. ഞാൻ ഈ IPM പ്രൊനൗൺസ് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിനായിരുന്നു. അയാളോട് പഠിക്കുന്നതുകൊണ്ട് ഇതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കോച്ചിങ് സെന്ററിലും അവസാനമായപ്പോൾ ഞങ്ങൾക്കൊരു കരിയർ ഗൈഡൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വന്നൊരു പുള്ളിക്കാരനെ അതിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഞാൻ IPM ചേർന്നിട്ടുള്ള എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ശരിക്കും കുറെ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റി. നമുക്ക് ഇത്ര നാളെ കേരളത്തിൽ പഠിച്ച ശീലം മാത്രമേ. അപ്പൊ കേരളത്തിലെ കുറെ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻട്രൻസ് കോച്ചിങ് കാരണം എനിക്ക് കേരളത്തിന്റെ പുറത്ത് അങ്ങനെ കാര്യത്തെ ഫ്രണ്ട്സോ കാര്യത്തിലുള്ള കണക്ഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഫാമിലി ഒക്കെ മൊത്തം UAE-ലാണ്. പിന്നെ കുറെ പേര് അങ്ങനെ പുറത്ത് ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ കണക്ഷൻ ഇല്ലായിരുന്നു അവരോട്. പിന്നെ ഇപ്പൊ ക്യാമ്പസിൽ വന്നിരുന്നത് IIMലേക്ക് വന്നു കഴിഞ്ഞിട്ട് I was able to gain a lot of friends who are not from Kerala. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി തോന്നിയത്. കാരണം ഇൻ ദി ലോങ് റൺ നമുക്ക് എപ്പോഴും ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിനോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് us, right? ആ ഒരു അർത്ഥത്തിലായിരുന്നു അത്. പിന്നെ അതായിരുന്നു IPMന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറെ കോഴ്സിൽ പഠിക്കാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഐ നോട്ട് സെയിങ് ഇറ്റ് വെരി ഹെക്ടിക്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹെക്ടിക് ആണ്. നോർമലായിട്ടൊരു കോഴ്സിനെ പോലെ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കോഴ്സാണ് പഠിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അവർ പഠിച്ചത് കുറച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഒരു ലീനിയർ ആൽജിബ്ര എന്ന് പറഞ്ഞ കോഴ്സ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പിള്ളേർ പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആ ലീനിയർ ആൽജിബ്ര കോഴ്സ് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതാ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കും ഒരു നോർമലായിട്ട് ഒരു ഹ്യൂമാനിറ്റീസ് കോഴ്സ് ആയാലും ഒരു സോഷ്യോളജിക്കൽ കോഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സ് അങ്ങനെ ഉള്ളത് പോയിക്കൊണ്ടിരുന്നത്. ഹ്യൂമാനിറ്റീസ് കോഴ്സ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാത്തമെറ്റിക്സ് കോഴ്സ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷ് കോഴ്സസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഓൺലി ഓൺ വൺ പെർട്ടിക്കുലർ സബ്ജക്ട്. ഓൾമോസ്റ്റ് ഒരു കുറെ ടൈപ്പ് ഓഫ് കോഴ്സസ് കൂട്ടിച്ചേർന്ന ഒരു പരിപാടിയായിരുന്നു ഞങ്ങൾക്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ കുറെ കോഴ്സുകൾ പഠിക്കുന്നുണ്ട് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. നമ്മൾ ഒന്നിന്റെയും ഇൻസൈഡ് ആയിട്ട് കയറി പോകുന്നില്ല. എല്ലാത്തിന്റെയും ഒരു ബേസിക്സ് ടച്ച് ചെയ്ത് നമ്മൾ കുറെ കോഴ്സുകൾ പഠിച്ചങ്ങോട്ട് പോകും. കാരണം ഇവര് പറഞ്ഞത് ഒരു മാനേജറൊക്കെ ആയി വരുമ്പോഴത്തേക്കും എല്ലാത്തിന്റെയും ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുന്നത്
is a good thing for us എന്ന രീതിയിലാണ് അവർ പറഞ്ഞു പോകുന്നത്. So that is how it works. We just touch the basics of a lot of subjects. എന്താ പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് അറിവ് ഉണ്ടാവാൻ വേണ്ടിയുള്ള രീതിയിൽ അവർ പറഞ്ഞു. സോ ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ്. പിന്നെ IPM എക്സാം എന്ന് പറയുമ്പോൾ IPMAT, മീൻ ടു ബി ഓണസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഈസിയസ്റ്റ് പേപ്പേഴ്സ് ആയിരുന്നു IPMAT പേപ്പർ. ഞങ്ങൾക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടായിരുന്ന ഞാൻ 2019 2020 തോന്നുന്നു IPM എഴുതിയത്. അപ്പൊ ഞാൻ 2020 IPM എഴുതുമ്പോൾ മറ്റേ കൊറോണ ടൈമിലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പേപ്പർ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു ബാക്കിയുള്ളവരെക്കാളും. ഞങ്ങൾക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാത്തമാറ്റിക്സ് സെഷനും ഒരു ഇംഗ്ലീഷ് സെഷനും ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴത്തെ പേപ്പറിൽ LRDI ഉണ്ടോന്ന് ഉറപ്പില്ല. LRDI ലോജിക്കൽ റീസണിങ് ഞങ്ങളുടെ പേപ്പറിൽ ഉണ്ടോന്ന് കാര്യമായിട്ട് പറയാൻ ഓർമ്മയില്ല. അപ്പോ ഞങ്ങളുടെ മാത്സ് പേപ്പറിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു നമ്മുടെ ആൻസർ ഫിൽ ചെയ്യേണ്ട ടൈപ്പ് സെക്ഷൻ ആയിരുന്നു. പിന്നെ ഒരു MCQ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ഉള്ളത്. അപ്പൊ ഇംഗ്ലീഷ് ഐ വാസൻ ദാറ്റ് കൺസേൺഡ് അബൌട്ട്. ഇംഗ്ലീഷ് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു തീരെ പേടിയുണ്ടായിരുന്നില്ല. പിന്നെ മാത്സിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടെൻഷൻ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറെ നാളത്തേക്ക് ഞാൻ 2 വർഷത്തേക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് മാത്സ് അത്രയും പാടായിട്ട് തോന്നിയില്ല. ബേസിക് ലോട്ട് ഹാപ്പൻസ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പഠിക്കുന്നത് ഒരു +1 ലെവൽ ഒരു 10th മുകളിലേക്കുള്ള മാത്തമാറ്റിക്സ് അല്ല ശരിക്കും പറഞ്ഞാൽ. കുറച്ച് ബേസിക്സും പിന്നെ കുറച്ച് ഹയർ ഓർഡർ മാത്തമാറ്റിക്സ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മൾ കുറേയൊക്കെ ഹയർ ലെവൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻസ് വളരെ ഭയങ്കര എളുപ്പം. എന്റെ ഓർമ്മ ഞങ്ങളുടെ പേപ്പറിൽ കുറെ ലോഗരിതം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദോസ് ലോഗരിതം ക്വസ്റ്റ്യൻസ് ഒരു JEE കോച്ചിങ് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല എളുപ്പമായിട്ട് തോന്നി. കാരണം എന്റെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനിലും ഉണ്ടായിരുന്നു. ഈ മാത്തമാറ്റിക്സ് 2 സെക്ഷനിലും അത്യാവശ്യം കുറെ ഇതുണ്ടായിരുന്നു, ലോഗരിതം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് ഹെൽപ്പ് വെരി ഈസി. അപ്പോ അങ്ങനെയായിരുന്നു പോയിരുന്നത്. പിന്നെ സോ ഇഫ് യു ആസ്ക് മീ, ഇതിൽ 3ലും കൂടുതലേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ആൻസർ ഫിൽ ചെയ്യേണ്ട സെഷൻ ആയിരുന്നു. കാരണം ഈ MCQ ക്വസ്റ്റ്യൻസ് നമുക്കൊരു ആൻസർ കാണുമ്പോൾ ഇഫ് യു ഗോട്ട് ദാറ്റ് ആൻസർ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഈ IPM ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സെക്ഷനും കട്ട് ഓഫ് ഉണ്ട്. എല്ലാ സെക്ഷനും കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. പിന്നെ ഒരു ടോട്ടൽ കട്ട് ഓഫും ക്ലിയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് സെഷന് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ആൻസർ ഫിൽ ചെയ്യേണ്ട സെഷൻ കുറച്ച് പാടായിട്ടെന്ന് പറഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ കുറച്ച് പാടായിട്ട് തോന്നി. കാരണം ഐ വാസൻ ഷുവർ മൈ ആൻസേഴ്സ് പറയും. പക്ഷെ എന്നാലും ആ സെഷൻ ക്രാക്കായി. അങ്ങനെയാണ് ഇവിടെ കയറി പറ്റിയത് ഞാൻ. പിന്നെ അതാണ്. അപ്പോ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് ഓഫ് റൈറ്റിംഗ് എക്സാം. മറ്റേ MCQ ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 2 അത്യാവശ്യം ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം വി ഹാഡ് ലൈക്ക് നമുക്കൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ അതിനകത്ത് ഉണ്ടെങ്കിൽ നഷ്ടം തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ആൻസർ ഉണ്ടായിരുന്നത് ദാറ്റ് കൈൻഡ് ഓഫ് ഗോട്ട് മീ ഓഫ് ഗാഡ്. യാ പിന്നെ എനിക്കപ്പോ ഞാൻ ബേസിക്കലി പറഞ്ഞാൽ കുറെ IPMAT പ്രിപ്പറേഷൻ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. മൈ പ്രിപ്പറേഷൻ വാസ് ബേസിക്കലി ഇംഗ്ലീഷിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ബോർഡ് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്തൊന്നും തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് വെരി ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷിൽ. ഭയങ്കരമായിട്ട് ഈസിലി ക്രാക്കബിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷിലുണ്ടായിരുന്നു. ദാറ്റ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പിന്നെ മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞ പോലെ ആസ് ലോങ് ആസ് യു ഹാവ് എ പ്രോപ്പർ ടച്ച് മാത്തമാറ്റിക്സ് ഇസ് ഓക്കെ. പിന്നെ നിങ്ങൾ മാത്സ് ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ആൾക്കാരാവുന്നത് പോലും ഇല്ല കേൾക്കാനായിട്ട്. എന്റെ ബാച്ചിൽ ഒരു കുട്ടി തീരെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. സ്റ്റിൽ ഹി ഈസ് ഏബിൾ പോപ്പ് അപ്പ് സ്റ്റഡീസ്. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ഫസ്റ്റ് ഇയറിൽ മാത്സിന് നമ്മുടെ ഞങ്ങളുടെ IPM മാത്സിന് മാർക്ക് കുറവുള്ള പിള്ളേർക്ക് ഒരു മാത്സ് ബേസ്ഡ് ഒരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു എക്സ്ട്രാ കോച്ചിങ് പോലെ മാത്സ് സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈവൻ ഇഫ് യു ആർ നോട്ട് എ മാത്സ് സ്റ്റുഡന്റ്, ഇഫ് യു ക്യാൻ ക്രാക്ക് IPMAT, ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. വൺസ് യു ഗെറ്റ് ഇൻ സൈഡ് ദേ വിൽ ലൈക്ക് ഹാവ് സം എക്സ്ട്രാ സെഷൻസ് ടു ട്യൂട്ടർ യു ആൻഡ് ഗെറ്റ് യു അപ് ടു മാർക്ക്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ എനിക്കില്ല ചെയ്യേണ്ടത്. നോർമലി ഇവരെങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ IPMAT നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവർ ഒരു എക്സാം നടത്തും മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ട്. അതിനകത്തൊരു കട്ട് ഓഫ് ചെയ്തവർക്ക് ഈ സെഷൻ ഉണ്ടാവത്തില്ല. ഈ എക്സ്ട്രാ ട്യൂട്ടിംഗ് സെഷൻ ഉണ്ടാവത്തില്ല. കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർക്ക് ആ സെഷൻസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ബേസിക്കലി കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്തവർക്ക് ആ സെഷൻ ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്തവർക്ക് ആ സെഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ഗെസ് ദാറ്റ്സ് നോട്ട് എ സർട്ടിഫിക്കറ്റ്. പിന്നെ അതങ്ങനെയായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ സോൺലി ഫോക്കസ് ചെയ്യില്ലാണ്. IPMAT ഭയങ്കര ഫോക്കസ് ഉണ്ടായിരുന്നില്ല. like 1 week before the exam ആണ് ഞാൻ എന്ത് ചെയ്ത IPMAT. ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷെ
if you have like വേറെ ഏതെങ്കിലും എക്സാമിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ IPMAT ട്രിപ്പും കൂടെ അതിന്റെ ഒപ്പം നടന്ന് പോകുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം IPMAT ഇസ് നോട്ട് ദാറ്റ് ഹാർഡ് എക്സാം ടു ക്രാക്ക്. ഞാൻ എഴുതിയ സമയത്ത് അറ്റ്ലീസ്റ്റ്, കാരണം ആൾക്കാർക്ക് ആ സമയത്ത് ഇത്രയെങ്കിലും അവയർനെസ് ഉണ്ടായിരുന്നില്ല IPM നെ കുറിച്ച്. അപ്പൊ ഞാൻ കയറി കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇപ്പോഴത്തേക്കും കുറെ IIMs IPMAT വന്നു തുടങ്ങിയിട്ടുണ്ട്. JIPMAT വന്ന എക്സാം വേറെ 2 IIMs വേണ്ടി ഉള്ളത്. IPMAT എഴുതിയാൽ മാത്രമേ IIM Indore അഡ്മിഷൻ കിട്ടുള്ളൂ. IIM റോക്കറ്റിന് വേണ്ടി IPMAT റോക്കറ്റ് ഉണ്ട്. പിന്നെ JIPMAT is for 2 other IIMs, 2 or 3, I don't not sure exactly. അപ്പൊ അതങ്ങനെയാണ് പോണത്. പിന്നെ ഞാൻ പറഞ്ഞോളാ, I felt like I was more comfortable answering the question for IPMAT because ഞാൻ kind of the question ഒക്കെ ചെയ്തിരുന്നു. ആൻഡ് എനിക്ക് ആ സമയത്ത് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കംഫർട്ടബിളി ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടായിരുന്നു. കാരണം ഐ ഫെൽറ്റ് ലൈക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ചിന്തിച്ച രീതിയിൽ തന്നെ ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ ഐ വാസ് ഏബിൾ ടു ലൈക്ക് റീച്ച് ഇൻ ടു മൈ സൊല്യൂഷൻ ഈസിയർ. അപ്പൊ അങ്ങനെയാണ് പോയത്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദെൻ as long as you have some kind of practice behind a competitive exam. കാരണം കീം ലെവൽ പ്രാക്ടീസ് ഉണ്ടായാൽ പോലും നമുക്ക് I feel like IPMAT മാത്സ് എളുപ്പമായിരിക്കും, ഈവൻ ഇഫ് യുവർ പ്രാക്ടീസ് റിസൾട്ട് ഇൻ കീം ലെവൽ. അപ്പോൾ അതായിരുന്നു അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈം ലിമിറ്റ് ബേസ്ഡ് ആയിരുന്നു മിക്ക സെക്ഷൻസ് ഉണ്ടായിരുന്നത്. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല എങ്ങനെ എക്സാം ഉണ്ടായിരുന്നത്. ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് സെക്ഷൻസ് ടൈംഡ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ടൈം ലിമിറ്റ് ചെയ്യുന്ന വിട്ടുപോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എല്ലാ ക്വസ്റ്റ്യൻസിനും അവർ സെറ്റ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈം കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻസ് പോകേണ്ടി വരും. ഓൾ സെക്ഷൻസ് ഹാവ് ദർ ഓൺ പേഴ്സണൽ കട്ട് ഓഫ്. അപ്പോൾ ആ കട്ട് ഓഫ് ചെയ്ത് മാത്രമാണ് നമ്മുടെ ഫൈനൽ കട്ട് ഓഫ് നോക്കത്തുള്ളൂ. ഇവൻ ഇഫ് യു ക്ലിയർ ദ ഫൈനൽ കട്ട് ഓഫ്, ഇൻഡിവിജ്വൽ സെക്ഷൻസിന്റെ കട്ട് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ യു സ്റ്റിൽ വോണ്ട് ഗെറ്റ് ഇൻ. പിന്നെ അതാണതുള്ളത്. പിന്നെ ഞാൻ എഴുതിയത് ഞാൻ പറഞ്ഞത് കൊറോണ ടൈമിലായിരുന്നു. അപ്പൊ എനിക്കൊരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂപ്പ് പകരം ഞങ്ങൾക്കൊരു പ്രോംപ്റ്റ് തന്നിരുന്നു. എന്നിട്ട് പ്രോംപ്റ്റ് ഒരു ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഇറ്റ്. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റ് ആയ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അതിന് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട്. സോ ദാറ്റ് വാസ് ആർ തിങ്. അപ്പൊ എനിക്കൊരു പേഴ്സണൽ ടൈപ്പ് ക്വസ്റ്റ്യനെ കുറിച്ച് കാണിക്കാൻ പറ്റിയ ആളില്ല ഞാൻ. കാരണം ഐ ഡിഡ്ന്റ് ഹാവ് എ പേഴ്സണൽ ഇന്റർവ്യൂ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ ദാറ്റ് വാസ് ഇറ്റ്. പിന്നെ ഞാൻ ഒരു IPM ആസ്പിറൻസിനോട് എന്ത് പറയുന്നത് വെച്ചാൽ, ഐ മീൻ ടു ബി ഓണസ്റ്റ്, കോഴ്സ് ഐ ഫീൽ ലൈക്ക് ദ ഈസിയസ്റ്റ് പാർട്ട് ഓഫ് IPM ടു ഗെറ്റ് ഇൻ ടു IPM. അതിനുശേഷം കുറച്ചൊരു ഹയർ ഗ്രൈൻഡ് ആണ്. നമ്മൾ കുറച്ച് അലമ്പി കഴിഞ്ഞാൽ പിന്നെ അവസാന നിമിഷം കുറെ ഇരുന്ന് ബുദ്ധിമുട്ടേണ്ടി വരും ഒരു ലെവലിൽ എത്താനായിട്ട്. പിന്നെ അതാണ്. സോ ദാറ്റ് ഇസ് മൈ എൻ്റെ ഒരു ജനറൽ ടേക്ക് ഓൺ IPM. അതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് അലമ്പി കഴിഞ്ഞാൽ അവസാന നിമിഷം ചെറുതായിട്ടൊന്നും തരും നമ്മ. അതാണ് ജനറൽ ടേക്ക്. പിന്നെ ഐ ഗെസ് ദാറ്റ് ഇസ് ഇറ്റ്. കുറെ പ്രോബ്ലംസ് ചെയ്താൽ, കുറെ ഈ IPM ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ, ക്യാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു വോണ്ട് എ പ്രെപ്പ് ഫോർ IPM ആൻഡ് IPM ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ, IPMന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ഗോ ഫോർ ക്യാറ്റ് ക്വസ്റ്റ്യൻസ്. കാരണം ക്യാറ്റിന്റെ പേപ്പേഴ്സ് കിട്ടുന്നത് IIMs ആണ്. അപ്പോൾ ഈ എക്സാമിന്റെ പാറ്റേൺ ഏകദേശം ഏറെക്കുറെ സെയിം ആയിരിക്കും. ഡിഫിക്കൽട്ടി ക്യാറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ പാടാണെങ്കിലും ഒരു ക്യാറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആൾക്ക് എന്തായാലും ഈസി ആയിട്ട് IPM ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് മൈ ടേക്ക് ഓൺ. അപ്പോ ദാറ്റ് ഇസ് ദാറ്റ്. ഐ ഗെസ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കയറി പറ്റാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഗ്രൈൻഡ്. കാരണം ഇതൊരു നേഷൻ വൈഡ് എക്സാം ആണ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അപ്പോ ഞങ്ങളുടെ ബാച്ച് മുതൽ 150 സ്റ്റുഡൻസിനാണ് അവര് ദേ ആർ ലെറ്റിംഗ് 150 പീപ്പിൾ ജോയിൻ. അതിന് മുമ്പ് 150 പീപ്പിൾ ആയിരുന്നു കട്ട് ഓഫ്. ബട്ട് നൗ ദാറ്റ് വി ഹാവ് 150 പീപ്പിൾ, കുറച്ചും കൂടെ സെലക്ഷൻ ക്രൈറ്റീരിയ കുറച്ചും കൂടി ഈസിയർ ആയിട്ടുണ്ട്. പിന്നെ നൗ ദർ ലോട്ട് ഓഫ് IIMs ഹോൾഡിംഗ് ദിസ് പ്രോഗ്രാം. അപ്പോ അങ്ങനെയും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളത് കൊണ്ട് ഐ ഗെസ് IPM is getting a bigger name. കുറച്ചും കൂടെ ഫേമസ് ആയി വരുന്ന ഒരു കോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇതൊരു നല്ലൊരു കോഴ്സും കൂടിയാണ്. കാരണം 5 years നമ്മൾ 3+2 ആണ് ചെയ്യണത്. 3 years BA in an IIM, that is also very reputed. അതിനുശേഷം യു വോണ്ട് ക്യാച്ച് ചെയ്തിട്ട് വേറെ ഇതിലും ബെറ്റർ IIMസിലേക്ക് പോകാൻ പറ്റും. IIMs ABCയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എത്താൻ പറ്റും. കാരണം കുറച്ച് ക്യാച്ച് കൂടി ചെയ്ത് കഴിഞ്ഞാൽ IIM അഹമ്മദാബാദ്, ബാംഗ്ലൂരിലൊക്കെ കയറി പറ്റാനുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. നമുക്ക് തേർഡ് ഇയർ ശരിക്കും കാൽക്കുലേഷൻ ചെയ്താൽ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് വേ ആണ്. അപ്പോ ആസ് എൻ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് യു കൻ ഗെറ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. താങ്ക് യു.